ഞാൻ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടന്നതും ഒരു 10-600 പേര് എന്നെ വളഞ്ഞു. എന്തിന്? അല്ല, അവര് വിചാരിച്ചതേ ഞാൻ തൃപ്തി ദേശായി ആണെന്ന്. തൃപ്തി ആയിരിക്കണു, നമുക്ക് തൃപ്തി ആയിരിക്കണു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എയർപോർട്ടിന്റെ അടുക്കള കണ്ടം വഴി അങ്ങ് ചാടി ഓടി. അല്ല, എയർപോർട്ടിൽ അടുക്കള ഉണ്ടാവുമല്ലോ. ഓടി ഞാൻ എത്തിയത് എവിടെയാ? ഒരു 10-100 ബംഗാളികൾ താമസിക്കുന്ന ഒരു കൂടാരത്തില്. ജീവിതം പോയി. ആര് പറഞ്ഞു? ഞാൻ 1.5 മണിക്കൂർ അവിടെ ഇരുന്നല്ലേ. അവരെന്നെ ഒന്ന് തൊട്, ഒന്ന് പിടിക്കേ, ഒന്ന് തോണ്ട്, എന്തിന് പറയുന്ന എന്നെ നോക്കി പോലും ഇല്ലല്ലോ. ചുമ്മാ ചുമ്മാ പറയണത്. കടന്നക്കൂടിനെ ആ താപ്പായിട്ട് കഴിഞ്ഞാൽ ഒരു കുത്തെങ്കിലും കിട്ടാതിരിക്കോ? പറയാലേ? ഡോണ്ട് ടച്ച്, ഓൺലി ഹസ്ബൻഡ് ടച്ച്. ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞ നൂലിൽ കോർക്കുന്ന ഒരു താലിയല്ല, അതിനൊരു പവിത്രതയുണ്ട്. പരസ്പരം വിശ്വാസം വേണം. ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ്. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി. അദ്ദേഹം മദ്യപാനിയായിരുന്നു. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വിട്ടു. പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ 2ാമതൊരു കല്യാണം കഴിച്ചു. പവിത്ര ബന്ധമായിരുന്നു, പക്ഷെ അതൊരു 3 മാസം നിന്നുള്ളൂ. ഡിവോഴ്സായി. അയാൾ കുടിയനല്ലായിരുന്നു, ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ അത് പോയി. പിന്നെ ഇതൊരു പവിത്രമായ ബന്ധമാണല്ലോ, അങ്ങനെ ഞാൻ 3ാമതൊരു കല്യാണം കഴിച്ചു. ഇപ്പൊ ഞങ്ങൾ സുഖവും സന്തോഷവുമായി നാലാടിച്ച് പൊളിച്ചു ജീവിക്കും. ഞാൻ കുടി നിർത്തിയില്ല, അദ്ദേഹം കുടി തുടങ്ങി, ഞാനും കുടി തുടങ്ങി. ഇപ്പൊ 2 പേരും നല്ല അസലായിട്ട് കുടിക്കും. ഇപ്പൊ ഒരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു. ഇപ്പൊ ബസ്സിനാണെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു. തിയേറ്ററിൽ സിനിമ കാണുന്നെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഈ കടിപിടി കൂടാതെ ലോകസഭയിലേക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൂടെ? അല്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ തമ്മിൽ നോക്കുന്നത്? ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ്? മാഡം, നമുക്കൊരു സീറ്റ് ബുക്ക് ചെയ്യാം, എന്നിട്ട് ട്രെയിനില്ലേ അതിനകത്ത് കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യണം, എന്നിട്ട് ഈ മാഡത്തിന് അതിനകത്ത് പൂട്ടണം, എന്നിട്ട് പറഞ്ഞു വിടണം എങ്ങോട്ടെങ്കിലും പോട്ട്. ഈ ചർച്ച നടക്കണ്ട ഇവിടെ. ഹലോ, കൊടുങ്കാടന്റെ വാക്കുകളിൽ സ്ത്രീ വിരുദ്ധത മുഴച്ചു നിൽക്കുന്നു ഉണ്ടായിരുന്നു. സ്ത്രീകളെ നിങ്ങൾ അംഗീകരിക്കണ്ട, അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ തൊട്ടി തലോടണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കാൻ പഠിക്കണം, അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. ഞാനിപ്പോ കടിച്ചു കീറോ? കോട്ടക്സിന്റെ ഒരു അല്ല മിസ്റ്റർ പ്രഭു, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ചാനൽ വന്ന വഴിക്ക് ഈ റിസപ്ഷനില് 2 ആണുങ്ങളും ഒരു സ്ത്രീയെയും കണ്ടു. ആ സ്ത്രീയെ മുക്കിലേക്ക് അങ്ങ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതെന്തിനാണ് ആ സ്ത്രീയെ മുക്കിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത്? അവരെ നടുവിലിരിക്കണം. അപ്പൊ ഇവിടെ തന്നെ സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരി ശരി, ഓക്കെ. അല്ല മാഡം, അങ്ങനെ പറയരുത്. ആ റിസപ്ഷനിൽ ആ സ്ത്രീ സമൂഹത്തിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് നിൽക്കാൻ സ്ഥലമില്ല, രാജ്യം കവിഞ്ഞു നിൽക്കുകയാണ്. ഇനി ചൊവ്വയിലും ബുധനിലും മാത്രമേ അവർ പോവാനുള്ളൂ, ബാക്കി എല്ലാവർക്കും. മിസ്സിസ് സുൽഫത്ത് ഉമൻ, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഈ മദ്യം ഇല്ലാത്തൊരു കേരളത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ ചെറുപ്പം മുതൽ എന്താണ് ഈ മദ്യത്തെ കുറിച്ച് കേൾക്കുന്നത്? ആൽക്കഹോൾ ഈസ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ. ആൽക്കഹോൾ ഈസ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ. അല്ല, അങ്ങനെയല്ല. ആൽക്കഹോൾ ഈസ് ഇൻകം ടാക്സ് ഓഫ് ഇന്ത്യ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമൂഹത്തിൽ ഇത്രയും ബുദ്ധിമതിയായ ഒരു സ്ത്രീ പറയുന്ന വാക്കിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ പുരുഷൻ സംസാരിക്കുന്നു. ഇതുകൊണ്ടാണ് എനിക്ക് പുരുഷവർഗത്തെ ഇഷ്ടമല്ല, വെറുപ്പാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പുരുഷ വിദ്വേഷിയാണ്, താങ്കൾ വിവാഹിതയല്ലേ? ഞാൻ വിവാഹിതയാണ്. പുരുഷ വിദ്വേഷിയാണ്, പുരുഷന്മാരെ ഇഷ്ടമല്ല? എനിക്കിഷ്ടമല്ല. എത്ര കുട്ടികളുണ്ട്? 4. ഇല്ലാതെ 4. അല്ല, ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഹൈസ്കൂൾ പറയേണ്ടി. ഞാൻ പോസ്റ്റലോട്ടാണ് ഇട്ടത്. പോസ്റ്റലോട്ട് ഇടാൻ നിങ്ങൾ ഗവൺമെന്റ് സെർവന്റ് ആണോ? ഞാൻ ആരുടെയും സർവന്റും വേലക്കാരിയൊന്നുമല്ല. ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരു സ്ത്രീയാണ് മിസ്റ്റർ. നിങ്ങൾ പോസ്റ്റലോട്ടാണ് ഇട്ടെ. അപ്പൊ നിങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല? ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബൂത്തിൽ പോയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് മഷി തേച്ച് ഈ നഗത്തുമ്പോ മഷി തേക്കാനുള്ള താല്പര്യം എനിക്ക് താല്പര്യം. ഞാൻ ഫുൾ ടൈം വിദേശത്താണല്ലോ, അപ്പൊ ഞാൻ അവിടെ നിന്നാണ് എന്റെ എല്ലാതും പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു 25,000 രൂപയുടെ ടൂട്ടസ് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ടൂട്ടസിൽ
മൂക്കിൽ മഷി തേക്കുന്നോണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. തൂക്കസ്. ആ, ഓ, ഇതൊക്കെ ആരോട് പറയണ്? എന്റെ മനുഷ്യ നെയിൽ പോളിസ്റ്റർ.